ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെയ്മർ ജൂനിയറോട് ഡോക്ടർമാർ സർജറി ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നെയ്മർ അത് അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അതായത് പരിക്കും വെച്ചുകൊണ്ട് കളിക്കാനാണ് നെയ്മറുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ESPN ബ്രസീൽ നൽകിയിട്ടുണ്ട്. അതായത് മറ്റന്നാൾ അഥവാ വരുന്ന ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്ക് സാന്റോസ് സ്പോർട്ട് റെസിഫെക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട്. അത് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഈ മത്സരത്തിൽ എന്ത് വില കൊടുത്തും കളിക്കാൻ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല, ഈ മത്സരത്തിൽ താൻ കളിക്കും എന്ന ഒരു നിലപാടിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. പക്ഷേ സാന്റോസിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കരുതുന്നത് ഇത് വൻ റിസ്ക് ആണ് എന്നുള്ളതാണ്. കാരണം നെയ്മർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അടുത്ത മത്സരത്തിൽ കളിക്കുന്നത് വലിയ ഒരു റിസ്ക് തന്നെയാണ്. അത്രയധികം സാഹസികത ഇവിടെ എടുക്കേണ്ടതില്ല എന്നാണ് സാന്റോസിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കരുതുന്നത്. സാന്റോസിന്റെ ഒരു പ്ലാൻ എന്തെന്ന് വെച്ചാൽ ബ്രസീലിയൻ ലീഗിലെ അവസാനത്തെ 2 മത്സരങ്ങളിൽ നെയ്മറെ കളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും അദ്ദേഹത്തെ സജ്ജനാക്കുക എന്നുള്ളതാണ്. അതായത് സ്പോർട്ടിനെതിരെയുള്ള മത്സരത്തിന് ശേഷം യുവന്റഡ് അതുപോലെ തന്നെ ക്രുസൈറോ എന്നിവരാണ് സാന്റോസിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഡിസംബർ 4-ാം തീയതിയാണ് യുവന്റഡക്കെതിരെയുള്ള മത്സരം നടക്കുക. പിന്നീട് ഡിസംബർ 8-ാം തീയതി ക്രുസൈറോക്കെതിരെയുള്ള മത്സരം നടക്കുന്നുണ്ട്. ഈ 2 മത്സരങ്ങളിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് സാന്റോസിന്റെ ഒരു പ്ലാൻ. പക്ഷേ മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ തന്നെ കളിക്കണം എന്നുള്ളതാണ് നെയ്മറുടെ ഒരു തീരുമാനം. അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. സാന്റോസ് നിലവിൽ റെലഗേഷൻ സോണിലാണ് ഉള്ളത്. അവിടെ നിന്നും തൻ്റെ ക്ലബിനെ രക്ഷപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് ഉള്ളത്. ഏതായാലും മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.